പിണറായി വിജയൻ വിദേശത്തേക്ക് പോകുന്നത് ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ചില ഇടപാടുകളെ കുറിച്ച് കൂടി പരിശോധിക്കാനാണ്. ആദ്യത്തെ കൊലപാതകം എന്ന് പറയുന്നത് വാടിക്കൽ രാമകൃഷ്ണേട്ടന്റെ ആണെങ്കിൽ അതിന്റെ ഒന്നാമത്തെ പ്രതിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്ത് ആർക്കാ അറിയാത്തത്? എന്നെ ഒരു പരിചയവുമില്ലാത്ത ഒരു കുട്ടിയുടെ ഫോണിലേക്ക് ഞാനും മോദിജിയുമായിട്ടോ അല്ലെങ്കിൽ ഞാനും അമിത്ഷാജിയുമായിട്ടോ ഉള്ള മാധ്യമങ്ങൾ പോലും കാണാത്ത ഫോട്ടോകൾ ഞാൻ അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്കെന്താ? ഞാൻ ഒരിക്കലും കണ്ണൂരിൽ പോയി EP ജയരാജനെ അങ്ങോട്ട് തേടി പിടിച്ചു പോയതല്ല. എന്നെ കാണാൻ വേണ്ടിയിട്ട് 4 തവണയോളം ദല്ലാൽ നന്ദകുമാർ വന്നതിന് ശേഷമാണ് EP ജയരാജനുമായിട്ട് നേരിട്ടിരിക്കുന്നത്. എനിക്കെതിരെ കേസ് കൊടുത്തുകൊണ്ട് ജയരാജൻ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ജയരാജനും ശോഭാ സുരേന്ദ്രനും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്തിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് ചില എവിഡൻസുകളൊക്കെ ഉണ്ടാകുമല്ലോ. മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ കേരളത്തിൽ പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി പിണറായി വിജയൻ പറയുന്നത് കേൾക്കാൻ ബാധ്യതപ്പെട്ടവനാണ്. പല ഇടപാടുകളിലും ഗോകുലം ഗോപാലന്റെ ആസ്തിയെക്കുറിച്ച് ഒരു പരിശോധന നടത്തണം. പക്ഷെ ഞാനുമായിട്ട് നടത്തുന്ന ഗോകുലം ഗോപാലന്റെയും EP ജയരാജന്റെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും കളിയുണ്ടല്ലോ. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ധാരാളം ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഒഴുകും. നമസ്കാരം. മുതിർന്ന CPM നേതാവും LDF കൺവീനറുമായ EP ജയരാജൻ BJPയിലേക്ക് ചേക്കാറാൻ ശ്രമം നടത്തിയിരുന്നുവെന്ന് പൊതുജനം അറിയുന്നത് BJPയുടെ മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രനിലൂടെയാണ്. ശോഭ ഈ കാര്യം വെളിപ്പെടുത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ കോലാഹലങ്ങളാണ് ഉണ്ടായത്, പ്രത്യേകിച്ചും CPMൽ. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഫലത്തെ പോലും ബാധിച്ചേക്കാവുന്ന ഈ വെളിപ്പെടുത്തൽ നടത്തിയ ശോഭാ സുരേന്ദ്രൻ എനിക്കൊപ്പമുണ്ട്. ഇപ്പോൾ ശോഭയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. നമസ്കാരം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, BJPയുടെ മെമ്പർഷിപ്പ് ഡ്രൈവിൻ്റെ ഭാരവാഹി കൂടിയാണ് താങ്കൾ. അതിൻ്റെ ഭാഗമായാണ് EP ജയരാജനുമായി ഒന്നിൽ കൂടുതൽ തവണ ബന്ധപ്പെടുന്നത്. EP BJPയിലേക്ക് വരാൻ പല രീതിയിൽ ശ്രമിച്ചു എന്ന് പറയുന്നു. EP താങ്കളുമായി ബന്ധപ്പെടുകയായിരുന്നു, അതോ താങ്കൾ EP-യോട് അങ്ങോട്ട് ചെന്ന് സംസാരിക്കുകയായിരുന്നു? അതായത് EP അസംതൃപ്തനാണ് CPMൽ. അതിൽ പല ഘട്ടങ്ങളും നമ്മളത് കണ്ടതാണ്. EP നേരിട്ട് സംസാരിക്കുകയായിരുന്നു, താങ്കൾ EP-യിലേക്ക് എത്തുകയായിരുന്നു. ഇതിനിടയിൽ ഒരു ഇടനിലക്കാരൻ ഉണ്ടായിരുന്നു. അല്ല, ഇത് ഒരുപക്ഷെ EP ജയരാജനെ അന്വേഷിച്ച് നമ്മൾ അങ്ങോട്ട് പോയതല്ല. അതായത് EP ജയരാജന് അസംതൃപ്തിയുള്ള നിരവധിയായിട്ടുള്ള സമയങ്ങളുണ്ടായിരുന്നു. ഇതേ EP ജയരാജനെ കുറിച്ചാണ് മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് EP ജയരാജൻ ധർമ്മമാണ്. എന്നാൽ EP ജയരാജൻ ഒരു ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് EP ജയരാജനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയ കാലം മുതൽ EP ജയരാജനിൽ അതൃപ്തി പുകയുന്നുണ്ടായിരുന്നു. കാരണം കാസർഗോഡ് കരിന്തളം കിന്നാനൂരിലെ ബോക്സൈറ്റ് ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കണ്ണൂർ മാങ്ങാട്ടുപറമ്പിലെ വിഷയവുമായി, അവിടെയും മറ്റൊരു കമ്പനി ക്ലേ കമ്പനിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവർക്കിടയിൽ വലിയ വിവാദങ്ങളാണ് കത്തി നിന്നത്. കാരണം EP ജയരാജൻ വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ മുതൽ ആ വ്യവസായ വകുപ്പ് മന്ത്രി അറിയാതെ ഒരു സൂപ്പർ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന ചില ശക്തികൾ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായിരുന്നു. ഇതെല്ലാം ശോഭാ സുരേന്ദ്രനെ അന്വേഷിച്ച് പോയി കണ്ടെത്തിയതല്ല. ശോഭാ സുരേന്ദ്രനെ കണ്ട സമയത്ത് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞതിൽ ഒരു വിഷയമായിട്ട് എൻ്റെ മുന്നിൽ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ഇവിടെ ഒരുപാട് ആളുകളെ, അതായത് കോൺഗ്രസിലെയും മാർക്സിസ്റ്റ് പാർട്ടിയിലെയും നിരവധിയായിട്ടുള്ള ആളുകളുമായിട്ട് ചർച്ച നടത്താനായിട്ടുള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇന്ന് വരെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇതൊന്നും തുറന്നു പറയാനും അവരുടെ പേരിനെ ഇകഴ്ത്തി കാണിക്കാനും ഒന്നും ഞാൻ ഈ നാൾ വരെ ശ്രമിച്ചിട്ടില്ല. പക്ഷേ EP ജയരാജൻ യഥാർത്ഥത്തിൽ 3 തവണ വരികയും രാമനിലയത്തിലെ ലെഡ്ജറിൽ ഞാൻ സിഗ്നേച്ചർ ചെയ്തുകൊണ്ട് ഞാൻ എടുത്ത മുറിയിൽ വന്ന് ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷം ശോഭാ സുരേന്ദ്രൻ പറയുന്നത് കളവും EP ജയരാജൻ എന്ന് പറയുന്ന ആൾ പറയുന്നത് ശരിയും എന്നുള്ള രീതിയിലേക്ക് കഴിഞ്ഞ 10-30 വർഷത്തെ പൊതുപ്രവർത്തനത്തെ ജനങ്ങളുടെ മുന്നിൽ ഇല്ലാതാക്കി കളയണം എന്ന് ഞാൻ തീരുമാനമെടുത്തിട്ടില്ല. ഞാൻ നിലനിൽക്കുന്നത് സത്യത്തിനും ധർമ്മത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിനകത്താണെങ്കിൽ അതിൽ എനിക്കെതിരായിട്ടുള്ള വലിയ യുദ്ധപ്രഖ്യാപനം ആലപ്പുഴ പാർലമെന്റിൽ ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് ഞാനും എൻ്റെ പ്രവർത്തകരും കഠിനപ്രയത്നം ചെയ്തുകൊണ്ട് ആ വിജയത്തിൻ്റെ ഭൂമികയിൽ എത്തി നിൽക്കുന്ന സമയത്ത് ദല്ലാളിനെ ഇറക്കിയതിൻ്റെ പിന്നിൽ ആരാണ്? അതിന് സാഹചര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു ഗോകുലം ഗോപാലനും EP ജയരാജനും കൂടിയിട്ട് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ഇന്നലെ ആരാധനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ പറയുകയുണ്ടായി കോൺഗ്രസിനും ഇതിൻ്റെ പിറകിൽ കൃത്യമായിട്ടുള്ള
കൈയുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഉണ്ടാകും. കാരണം ആലപ്പുഴയിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ ജയിച്ചു വന്നാൽ ആലപ്പുഴയിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ കൂടുതൽ ഊർജിതമായിട്ടുള്ള നടപടികളിലേക്ക് ഞാൻ ഡൽഹിയിൽ പോകും. അങ്ങനെ കരിമണൽ ഖനനവും ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ അഴിമതിയുടെ രാജാക്കന്മാരായിട്ട് വിഹരിക്കുന്ന ആളുകൾ തമ്മിൽ വലിയൊരു കൂട്ടുകച്ചവടമുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും കണ്ണൂരിൽ പോയി EP ജയരാജനെ അങ്ങോട്ട് തേടി പിടിച്ചു പോയതല്ല. എന്നെ കാണാൻ വേണ്ടിയിട്ട് 2 തവണ 4 തവണയോളം ദല്ലാൽ നന്ദകുമാർ വന്നതിന് ശേഷമാണ് EP ജയരാജനുമായിട്ട് നേരിട്ടിരിക്കുന്നത്. അത് ദല്ലാളിന്റെ വീട്ടിലാണ്. അതായത് EP ജയരാജനുമായുള്ള വിഷയത്തിലേക്ക് താങ്കളെ എത്തിക്കുന്നത് ദല്ലാളാണ്. അല്ല, ദല്ലാൾ എന്ന് പറയുന്ന വ്യക്തി എന്നെ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടക്കുകയാണ്. ആ ഡൽഹിയിൽ ആരാധനായിട്ടുള്ള ഞങ്ങളുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുകയാണ്, സൗത്ത് ഇന്ത്യയിൽ നിന്ന് പ്രഗത്ഭമായ രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വന്നുവെന്നും 8 സംസ്ഥാനങ്ങളുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനം നടക്കുന്നതിനിടയിലാണ് ആദ്യമായിട്ട് ദല്ലാൾ എന്നെ കണ്ടത് എന്നാണ് ദല്ലാൾ എന്നോട് പറഞ്ഞത് പിന്നീട് കണ്ടപ്പോൾ. പക്ഷെ എന്നോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിൽ എന്തു ചെയ്യുന്നുവെന്ന് പരിശോധിക്കുകയോ ഒന്നും ചെയ്തായിട്ട് എനിക്കറിയില്ല. പക്ഷെ എന്നെ കാണാൻ വേണ്ടി എൻ്റെ ചേച്ചിയുടെ മകന്റെ വീട്ടിൽ വന്ന ദിവസമാണ് അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ എത്രയോ മാസങ്ങളായിട്ട് ശോഭാ സുരേന്ദ്രനെ ഞാൻ നിരീക്ഷിക്കുന്നുണ്ട്. ഇതെന്റെ ഉത്തരവാദിത്തമല്ലല്ലോ. എന്നെ എത്രയോ ആളുകൾ കാണുന്നുണ്ടാകും. കേരളത്തിലെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ വിലയിരുത്തുന്നുണ്ടാവും, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വിലയിരുത്തുന്നുണ്ടാകും, ദല്ലാലിനെ പോലെയുള്ള ആളുകൾ കാണുന്നുണ്ടാകും. വീട്ടിൽ വടക്കാഞ്ചേരിയിലെ ഓട്ടുപാറയിലെ വീട്ടിൽ അല്ലെ, അവിടെ ഈ ദല്ലാൽ നന്ദകുമാർ എത്തുന്നത് EP ജയരാജന്റെ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കുന്നതിന് വേണ്ടിയായിരുന്നോ? തീർച്ചയായിട്ടും. കാരണം അതിന് അയാൾ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് ശോഭാ സുരേന്ദ്രനിലൂടെ ഡൽഹിയിൽ മാത്രമല്ലല്ലോ, ജയരാജൻ തന്നെ പറയുകയുണ്ടായി, ജയരാജന്റെ മകന്റെ ഫോണിലേക്ക് കുറച്ച് ഫോട്ടോകൾ, ശോഭാ സുരേന്ദ്രന്റെ ഫോട്ടോകൾ ശോഭാ സുരേന്ദ്രൻ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. എന്നെ ഒരു പരിചയവുമില്ലാത്ത ഒരു കുട്ടിയുടെ ഫോണിലേക്ക് ഞാനും മോദിജിയുമായിട്ടോ അല്ലെങ്കിൽ ഞാനും അമിത്ഷാജിയുമായിട്ടോ ഉള്ള മാധ്യമങ്ങൾ പോലും കാണാത്ത ഫോട്ടോകൾ ഞാൻ അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്കെന്താ തലയ്ക്കകത്ത് ആൾതാമസമില്ലേ? അപ്പൊ എന്റെ ഫോട്ടോകൾ അയച്ചു കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടത് ജയരാജനാണ്. എന്തിനാണ്? കുട്ടികൾക്ക് പോലും ശോഭാ സുരേന്ദ്രന് ഡൽഹിയിലെ ആളുകളുമായിട്ട് ബന്ധമുണ്ട് എന്ന് അവർ പോലും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ ജയരാജനാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഫോട്ടോ അവരെ കാണിച്ചോ ഭാര്യയെ കാണിച്ചോ ഇതൊന്നും കണക്കെടുക്കേണ്ട കാര്യം എനിക്കില്ല. എന്നെ സംബന്ധിച്ച് എന്താണ്, ആ ചെറുപ്പക്കാരന്റെ ഫോണിൽ നിന്ന് എനിക്ക് വന്ന മെസ്സേജുകൾ ഞാൻ മാധ്യമപ്രവർത്തകരെ കാണിച്ചു കൊടുത്തതാണ്. അതിനെല്ലാം ശേഷവും എനിക്കെതിരെ കേസ് കൊടുത്തുകൊണ്ട് ജയരാജൻ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ജയരാജനും ശോഭാ സുരേന്ദ്രനും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്തിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് ചില എവിഡൻസുകളൊക്കെ ഉണ്ടാകുമല്ലോ. ആ എവിഡൻസുകളെല്ലാം കോടതി മുമ്പാകെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലല്ല. ഞാൻ പോലീസിനെ വിശ്വസിക്കുന്നില്ല. കാരണം കേരളത്തിന്റെ പിണറായി വിജയൻ, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ്, കേരളത്തിന്റെ വിജിലൻസ്, കേരളത്തിന്റെ EP ജയരാജൻ ആ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ പോലീസ് അധികാരികളെ, പക്ഷെ നിയമത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, നല്ലവരായിട്ടുള്ള പോലീസ് ഓഫീസർമാരുമുണ്ട്. ജയരാജൻ പറഞ്ഞിട്ടുണ്ടല്ലോ കോടതിയിൽ പോകുമെന്ന്. അപ്പൊ കോടതി മുമ്പാകെ രേഖകൾ സമർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള തെളിവൊക്കെ ഞാനും കുറെ കാലമായിട്ട് ആണല്ലോ ഈ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തി ഞാനും നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഞാൻ ഹാജരാക്കും. ഈ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ അത് തെരഞ്ഞെടുപ്പ് സമയത്താണ്. അത് CPM-ൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി എന്നുള്ള കാര്യം ഉറപ്പാണ്. അവരത് പുറത്തു പറയുന്നില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയിൽ നിന്ന് അയാളുടെ വാക്കുകളിൽ നിന്നൊക്കെ നമ്മളത് കണ്ടതുമാണ്. തെരഞ്ഞെടുപ്പിന്റെ അന്ന് പോളിംഗ് ബൂത്തിൽ വന്ന സമയത്താണ് മുഖ്യമന്ത്രി സംസാരിച്ചതും ഒക്കെ. എന്നിരുന്നാൽ പോലും ചില ജാഗ്രത കുറവുണ്ടായി EP ജയരാജന് എന്ന് പറഞ്ഞ് ഒതുക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ദല്ലാൽ നന്ദകുമാറുമായി യാതൊരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞാണ് അവരുടെ സെക്രട്ടേറിയറ്റ് പിരിഞ്ഞത്. തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ സെക്രട്ടേറിയറ്റ്. അപ്പോഴും പാർട്ടി ഇപ്പോഴും EP ജയരാജനൊപ്പം നിൽക്കുകയാണ് ഈ വിഷയത്തിൽ. ശോഭാ സുരേന്ദ്രൻ നുണ പറയുകയാണ് എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയത്. ശോഭയുടെ പാർട്ടി എങ്ങനെയാണ്? ശോഭയ്ക്കൊപ്പം നിൽക്കുന്നുണ്ടോ? അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ വിഷയത്തിൽ ഞാൻ ഇപ്പോഴും അടിയുറച്ച് നിൽക്കുകയാണ്. EP ജയരാജൻ പിന്മാറ്റമുണ്ടായി പിന്മാറിയിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഷറിനെ തുടർന്നാണ് എന്നുള്ളത് ഞാനല്ല പറഞ്ഞത്. ഞാൻ പൊതുസമൂഹത്തോട് പറയുന്നതിന് മുമ്പ് EP ജയരാജൻ എന്നോട് സംസാരിച്ച കാര്യമാണ്. അതുപോലും ഞാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞില്ലല്ലോ. പക്ഷെ എനിക്കെതിരെ ദല്ലാൽ നന്ദകുമാറിനെ തന്നെ ഉപയോഗിച്ചു EP ജയരാജൻ എന്ന് ബോധ്യപ്പെടുകയും വലിയൊരു മാധ്യമ മുതലാളിയുടെ കരങ്ങൾ അതിന്റെ പിറകിലുണ്ട് എന്നതിനും എനിക്ക് എവിഡൻസ് കിട്ടുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ EP ജയരാജൻ ഉണ്ടായ കാര്യം, അതായത് ഒരാൾ വലിയ ഹരിചന്ദ്രനായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നു, അയാൾ ചെയ്ത തെറ്റിന്റെ പരിണിതഫലമായിട്ട് അവരുടെ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ബാധ്യത ശോഭാ സുരേന്ദ്രനില്ല. ഞാൻ ചെയ്തിട്ടുള്ളത് നോക്കൂ, ഇത്രയും നാളായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറയാതെ EP ജയരാജനെ പോലെയുള്ള ഒരാളെ കാണാൻ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാൾ പോകുമോ? പോയി ചർച്ച നടത്തുമോ?
ചർച്ച നടത്തിയിട്ട് അവസാനം ഡൽഹിയിലേക്ക് കൊണ്ടുപോകുമോ? അപ്പോൾ ഡൽഹിയിൽ ചെന്നതിന് ശേഷം പിറ്റേ ദിവസം BJPയിലേക്ക് ജയരാജൻ മാറിയിരുന്നുവെങ്കിൽ കേരള രാഷ്ട്രീയം എവിടെ എത്തുമായിരുന്നു? ആ ഒരു സാഹചര്യത്തിന് അനുസൃതമായിട്ടുള്ള ഒരു ജോലി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ ജോലി എന്നെ ഏൽപ്പിച്ചയാളുണ്ടാകുമല്ലോ. ആ ജോലി ഏൽപ്പിച്ചയാൾക്ക് ശോഭാ സുരേന്ദ്രൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന ബോധ്യമുണ്ടാകുമല്ലോ. അപ്പം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നെ ഏൽപ്പിച്ച പണി അത് കൃത്യമായിട്ട് ഞാൻ ഏറ്റെടുക്കുകയും നടത്തുകയും ചെയ്തു. എന്നാൽ അതൊരു ഘട്ടത്തിൽ അത് പരാജയപ്പെട്ടു. എന്നാൽ പരാജയപ്പെട്ടതിൻ്റെ കാരണവും ദേശീയ നേതൃത്വത്തിനറിയാം. എന്ത് സാഹചര്യത്തിലൂടെയാണ് ശോഭ കേരളത്തിൽ മുന്നോട്ട് പോയതെന്നും അവർക്കറിയാം. ആലപ്പുഴ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം എന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ള റിസർച്ച് അവിടെ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ നന്ദകുമാറിനെ ഇറക്കിയത് എന്നെല്ലാം മനസ്സിലാക്കാൻ നല്ല വിവേകവും അതുപോലെ തന്നെ അറിവും പ്രാപ്തിയും ഒക്കെ ഉള്ള ആളുകൾ തന്നെയാണ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് സംസ്ഥാന ഘടകത്തിന്റെ അധ്യക്ഷൻ തന്നെ പറഞ്ഞിരുന്നു, ആദ്യത്തെ ദിവസത്തെ പത്രസമ്മേളനത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എനിക്കും അറിവുള്ള കാര്യമാണല്ലോ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ BJPക്കകത്ത് രണ്ട് അഭിപ്രായമുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് BJPയുടെ യോഗം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വാർത്താക്കുറിപ്പുകൾ ഇറക്കുകയും അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ വാർത്ത അത് അവരുദ്ദേശിക്കുന്ന രീതിയിൽ അവർ പ്രചരിപ്പിക്കുകയും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ത്രീ അവർ പറയുന്നത് കളവാണ് എന്ന് ഗോവിന്ദൻ മാഷും അതുപോലെ തന്നെ ആളുകളുമൊക്കെ പറയുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിക്ക് നല്ല ബോധ്യമുണ്ട് ഡൽഹിയിൽ എന്താണ് സംഭവിച്ചത്, എന്തിനാണ് ജയരാജൻ പോയത്, എന്തുകൊണ്ടാണ് ജയരാജൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്, ജയരാജൻ ഉണ്ടാക്കി പാർട്ടിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരുന്നത്, അത് ജയരാജൻ ആരെയാണ് ഏൽപ്പിച്ചുകൊണ്ടിരുന്നത്, എന്താണ് ഇപ്പോഴത്തെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദത്തിലേക്ക് ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്താൻ കാരണം വെറുതെ ഉണ്ടായതല്ലോ. അപ്പോൾ അതായത് ഒരു മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ കേരളത്തിൽ പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ പാർട്ടിക്കകത്തുള്ള കാര്യമാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രി മുന്നോട്ട് പോകുമ്പോൾ അത് നല്ല ശക്തിയായിട്ട് വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടം കാട്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് ശോഭാ സുരേന്ദ്രൻ. അങ്ങനെ ഒരു ശോഭാ സുരേന്ദ്രന് നല്ല ഒരു സർട്ടിഫിക്കറ്റ് ഗോവിന്ദ മാഷോ പിണറായി വിജയനോ തരുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പം അതിനെ ഏറ്റെടുക്കാനൊക്കെ ഞാൻ തയ്യാറാണ്. ഞാൻ എന്തിനാണ് ഇതെല്ലാം ഏറ്റെടുക്കുന്നത്? എനിക്ക് ബാക്കി കാര്യങ്ങൾ പറയാൻ അറിയാഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പ്രൗഢിക്കനുസരിച്ച് പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനും ഇന്നലെ തന്നെ ജാവേദ് കർജിയും ഒരുമിച്ചിരുന്നു കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള രീതിയിൽ ശോഭാ സുരേന്ദ്രൻ എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് പൊതുസമൂഹത്തോട് എപ്പോൾ പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ അവർക്കും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. അപ്പം നിയമപരമായിട്ട് ആ കേസിനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. അതിൽ തീർച്ചയായിട്ടും രാമനിലയത്തിലെ ലെഡ്ജർ പരിശോധിക്കണ്ടേ? അതായത് രാമനിലയത്തിൽ കഴിഞ്ഞ വർഷം ആ ലെഡ്ജറിൽ ശോഭാ സുരേന്ദ്രൻ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ യാതൊരു മീറ്റിംഗും ഇല്ല. മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു സമയത്ത് രാമനിലയത്തിൽ അവരുടെ ആശ്രിതന്മാരും അവരുടെ ആളുകളും ജോലി ചെയ്യുന്ന ഒരു ഇടത്തേക്ക് ശോഭാ സുരേന്ദ്രൻ വെറുതെ കയറി ചെല്ലില്ലല്ലോ. അപ്പൊ എന്തിനാണ് ശോഭാ സുരേന്ദ്രൻ വന്നത് എന്ന് എന്നേക്കാൾ കൂടുതൽ അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് അറിയാൻ സാധിക്കും. അവരൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. ലെഡ്ജറിൽ എൻ്റെ പേരുള്ളതും ഞാൻ സിഗ്നേച്ചർ ചെയ്തതും ഞാൻ അവിടെ മുറിയെടുത്തതും എല്ലാം അവർക്കറിയാം. ആ ദിവസം തന്നെയാണ് ജയരാജൻ ആ മുറിയിൽ വന്നത് എന്നതും അവർക്കറിയാം. അതിനെക്കുറിച്ച് അവരാണ് നയം വ്യക്തമാക്കേണ്ടത്. ആ ലെഡ്ജറുകൾ കോടതി മുമ്പാകെ എത്തിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടും. അപ്പൊ എൻ്റെ കയ്യിലുള്ള ആവശ്യമായിട്ടുള്ള രേഖകൾ അത് കോടതി മുമ്പാകെ കൈമാറാൻ ഞാൻ തീരുമാനമെടുക്കും. ആ തീരുമാനമെടുക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് അറിയാമല്ലോ. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള ഒരു വലിയ കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് ക്രൂശിക്കൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരുപാട് വേദനകൾ ഉണ്ടാകും. അതിനെല്ലാം ഏറ്റെടുക്കാനുള്ള തൻ്റെ ഇടമുണ്ടായിട്ടല്ലേ ഞാൻ കേരളത്തിലെ രണ്ടാമനെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോയത്. കാരണം എൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് എനിക്കിന്നും മനസ്സിനകത്ത് ദുഃഖമുണ്ട്. കാരണം 100-300-ലധികം വരുന്ന ബലിദാനികളെ സൃഷ്ടിച്ച ഒരു പാർട്ടിയാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി. ആ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് ഇവിടുത്തെ ഹിന്ദു ജനവിഭാഗത്തിൻ്റെ പാർട്ടിയാണ് എന്ന് അവർ അഹങ്കരിച്ചു പറയുകയും, എന്നാൽ ഒരു ഭാഗത്ത് മതഭീകരവാദികളുടെ പ്രോത്സാഹനത്തിൽ പല പ്രദേശങ്ങളിലും അവരുടെ പണത്തെ ഉപയോഗിക്കുന്നു, അവരുടെ എണ്ണം, അവരുടെ ആളുകളുടെ എണ്ണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റാൻ പരിശ്രമിക്കുമ്പോൾ 300-ലധികം വരുന്ന അനാഥത്വം സംഭവിച്ചിട്ടുള്ള ആളുകൾ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ നമ്മുടെ പ്രസ്ഥാനത്തിനകത്തുണ്ട്. ആ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എൻ്റെ സുഹൃത്ത് ജയകൃഷ്ണ മാസ്റ്റർ ഉൾപ്പെടെ പന്നന്നൂർ ചന്ദ്രേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളെ വെട്ടിക്കീറി കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കൊലപ്പെടുത്തിയ പാർട്ടിയിൽ ആദ്യത്തെ കൊലപാതകം എന്ന് പറയുന്നത് വാടിക്കൽ രാമകൃഷ്ണേട്ടൻ്റെ ആണെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ പ്രതിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്ത് ആർക്കാ അറിയാത്തത്? അപ്പം അങ്ങനെയുള്ള ഒരു പാർട്ടിയിൽ നിന്ന്
ആ പാർട്ടിക്കെതിരായിട്ട് ആ പാർട്ടിയിലെ ചില ആളുകൾ BJP-യിലേക്ക് ചേരാൻ ഒന്നാകാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കൈ കൊടുത്തത് ഒരു പാതകമായിട്ട് ഞാൻ ഇപ്പോഴും കണക്കാക്കുന്നില്ല. ഞാൻ അതിനെ സന്തോഷത്തോടുകൂടിയാണ് കാണുന്നത്. ഇ പി ജയരാജന്റെ പാർട്ടിയും താങ്കളും മറ്റു ചിലരും കൂടി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. പക്ഷേ താങ്കൾ പറയുന്നു താങ്കൾക്കെതിരെ നടത്തിയ ഗൂഢാലോചനയാണ് ഇത്. പക്ഷേ ആലപ്പുഴയിലെ താങ്കളുടെ ഒരു സമിതി അത് മനസ്സിലാക്കിയിട്ട് റിസൾട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും പ്രചരണ സമയത്തൊക്കെ അറിയാം താങ്കൾ എങ്ങനെയായിരുന്നു അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടത്, അവർക്ക് എങ്ങനെയാണ്, അത് മനസ്സിലാക്കിയതിന് ശേഷമാണല്ലോ ഈ വാർത്താ സമ്മേളനവും മറ്റും ദല്ലാൽ നന്ദകുമാർ നടത്തുന്നത്. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള ആളുകളെ കുറിച്ചും പറഞ്ഞു. ഗോകുലം ഗോപാലിന്റെ പേരടക്കം താങ്കൾ പറഞ്ഞു. എങ്ങനെയാണ് ഗോകുലം ഗോപാലിന് എന്തുകൊണ്ടാണ് താങ്കളോട് ഇത്ര വിരോധം? അല്ല, ഗോകുലം ഗോപാലിനെ വ്യക്തിപരമായിട്ടുള്ള വിരോധത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി പിണറായി വിജയൻ പറയുന്നത് കേൾക്കാൻ ബാധ്യതപ്പെട്ടവനാണ്. കാരണം പല ഇടപാടുകളിലും ഗോകുലം ഗോപാലന്റെ ആസ്തിയെ കുറിച്ച് ഒരു പരിശോധന നടത്തണം. ഞാൻ അത് കോടതി മുമ്പാകെ ആവശ്യപ്പെടാൻ പോവുകയാണ്. കാരണം എങ്ങനെയാണ് ഒരു കുറിക്കമ്പനി നടത്തിക്കൊണ്ട് കേരളത്തിൽ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് കടന്നു വന്നു എന്ന് പറഞ്ഞ ആൾക്ക് ആയിരക്കണക്കിന് 10,000-കണക്കിന് കോടി രൂപയുടെ ആസ്തി ഉണ്ടാകുന്നത്? മാത്രവുമല്ല, ആ ED അന്വേഷിച്ച് ദേശീയ ഏജൻസി എങ്ങനെയാണ് ഗോകുലം ഗോപാലന്റെ സ്വത്ത്, അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് അന്വേഷിച്ച് വരേണ്ടി വന്നത്? 300-400 കോടിയിൽ പരം വരുന്ന തുക ഗവൺമെന്റിലേക്ക് അടച്ച് രക്ഷപ്പെടേണ്ട ഗതികേട് എങ്ങനെയാണ് ഗോകുലം ഗോപാലൻ ഉണ്ടായിട്ടുള്ളത്? അപ്പൊ എങ്ങനെയാണ് കേരളത്തിലെ ഈ മാധ്യമ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ചെറിയ വിഭാഗം, മുഴുവൻ മാധ്യമങ്ങളല്ല, ഒരു ചെറിയ വിഭാഗം വരുന്ന മാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തിയിലേക്ക് ഗോകുലം ഗോപാലൻ എത്തുന്നത്? എങ്ങനെയാണ് ഗോകുലം ഗോപാലന് ഇത്ര വലിയ ഒരു മൂവ്മെന്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്? ഞാൻ പറയേണ്ടത് കണ്ണൂര്, കോഴിക്കോട്, കാസർഗോഡ് മേഖലകളിലൊക്കെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ പിണറായി വിജയനും അതുപോലെ തന്നെ ഗോകുലം ഗോപാലനും EP ജയരാജനും എല്ലാം ഒരേ വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്നു കൊണ്ട് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്നവരാണ്, പണം കൊണ്ടാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പല ആളുകളുടെയും പണം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള അവസരം ശ്രീമാൻ ഗോകുലം ഗോപാലിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പത്തനംതിട്ടയിൽ ഒരു അന്വേഷണം നടത്തുക. തിരുവല്ലയിൽ ഒരു ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനും ഇപ്പൊ ജയിലിനകത്ത് കിടക്കുകയാണ്. 600 കോടി രൂപയോളം അവിടുത്തെ തിരുവല്ലയിലെ ജനങ്ങളുടെ കൊള്ളയടിച്ചുകൊണ്ട് ഒരു അനധികൃതമായിട്ടുള്ള കുറിക്കമ്പനി നടത്തി കോടികൾ വെട്ടിപ്പ് നടത്തിയിട്ടുള്ള ആ ഗോപാലകൃഷ്ണന്റെ ഭൂമി, എൻ്റെ കയ്യിൽ ആധാരത്തിന്റെ കോപ്പി ഉണ്ടല്ലോ, ആ ഭൂമി എങ്ങനെയാണ് ഗോകുലം ഗോപാലൻ രജിസ്റ്റർ ചെയ്ത് വാങ്ങുന്നത്? അപ്പൊ ജയിലിലടക്കാൻ, ഗോപാലകൃഷ്ണനെ ജയിലിലടക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയന്റെ പോലീസ് തയ്യാറെടുപ്പ് നടത്തുന്നതിന് മുമ്പ് ആ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് ഗോകുലം ഗോപാലൻ പറന്നിറങ്ങി തിരുവല്ലയിൽ വന്നു. ഇത് വന്നത് അവിടുത്തെ ജനങ്ങളാണല്ലോ എൻ്റെ കയ്യിൽ രേഖ കൈമാറിയിട്ടുള്ളത്. അപ്പൊ ഗോകുലം ഗോപാലൻ ഇപ്പോൾ എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്. എന്ത് മാനമാണ് ഞാൻ അദ്ദേഹത്തിന് നഷ്ടപ്പെടുത്തിയത്? എന്താണ് ഗോകുലം ഗോപാലിന്റെ ചാനൽ ചെയ്തത്? നോക്കൂ, രാവിലെ 10 മണി സമയത്ത് 10:30 മണി സമയത്ത് അഖിലേന്ത്യാ ലീഡറായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന ആളുകളിൽ മൂന്നാമനായിട്ടുള്ള ശ്രീമാൻ BL സന്തോഷി ആലപ്പുഴ പാർലമെന്റിലേക്ക് വരുന്നു. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വരുന്നത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ മികച്ച പ്രതികരണങ്ങളും ജനങ്ങളുടെ പ്രവർത്തനവും അതുപോലെ തന്നെ BJP-യുടെ മുന്നേറ്റവും ഒക്കെ കണ്ടുകൊണ്ട് അവിടെ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് അവിടെ വിജയ സാധ്യതയിലേക്ക് എത്തിക്കേണ്ടത് എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വരുന്നത്. അങ്ങനെ വരുന്നതിൻ്റെ ഏതാനും സമയം മുൻപ് മുതൽ 24 ചാനലിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെടുകയാണ്. ആ വാർത്തയിൽ അവർ പറയുകയാണ്, ശോഭാ സുരേന്ദ്രൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിനും അതുപോലെ തന്നെ ജില്ലാ ഘടകത്തിനുമെതിരെ പരാതി അഖിലേന്ത്യാ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് വാർത്ത. അങ്ങനെ ഒരു വാർത്ത വരുന്നതിന്റെ പിന്നിൽ ആരാണ്? ആ വാർത്ത ആരാണ് കൊടുക്കുന്നത്? അഥവാ ആ വാർത്ത ഒരു ചാനലിന് കൊടുത്താൽ ആ ചാനലിന് എന്നെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ബാധ്യതയില്ലേ? ഇപ്പോൾ മായ ഒരു വിവിധങ്ങളായിട്ടുള്ള ചാനലുകളിൽ പ്രവർത്തിച്ച ആളാണ്. ഒരു ന്യൂസ് വരുന്ന സമയത്ത് അതിന്റെ റിപ്പോർട്ടറുമായിട്ട് ശരി, ശോഭയെക്കുറിച്ചാണ് ഒരു വാർത്തയെങ്കിൽ ശോഭയോട് ഒരു വാക്ക് ചോദിക്കുക, അതാണല്ലോ നിലനിൽക്കുന്ന മര്യാദ. അത് എവിടെ നിന്നെങ്കിലും ഒരു ന്യൂസ് കിട്ടിയാൽ ആ ന്യൂസ് ഇത് ശരിയാണോ ഇത് തെറ്റാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ബാധ്യതയില്ലേ? അത് പരിശോധിക്കാതെ വാർത്ത കൊടുക്കുന്നു. വാർത്ത ത്രൂ ഔട്ട് ചാനലിൽ ഓടുന്നു. ചാനലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞാൻ വിളിക്കുന്നു, ഈ വാർത്ത തെറ്റാണ് എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ആ വാർത്ത ഓടിയത് രാത്രി വരെ? അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ പത്രസമ്മേളനം നടത്തുന്നു. പത്രസമ്മേളനത്തിൽ ഞാൻ പറയുന്നു, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പത്രസമ്മേളനത്തിൽ ഈ ശോഭാ സുരേന്ദ്രൻ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് ചാനലിന്റെ മുതലാളിക്ക് എടുത്തു മാറ്റാൻ പറയാനുള്ള ബാധ്യതയില്ലേ? എന്റെ കൂടെ നടക്കുന്ന 4 പേരുടെ ഫോണിലേക്ക് കഴിഞ്ഞ ആഴ്ചയിൽ എത്രയോ തവണ വിളിച്ച ആളാണ് ഗോകുലം ഗോപാലൻ. ആ വിളിച്ച ആൾക്ക് എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെതിരെ ഇത്തരത്തിലൊരു വാർത്ത കൊടുക്കുമ്പോൾ ഈ വാർത്ത ശരിയോ തെറ്റോ എന്ന് അന്വേഷിക്കാൻ സാധിക്കാതിരുന്നത്? അത് കഴിഞ്ഞ് വീണ്ടും
ഗോകുലം ഗോപാലൻ ശോഭാ സുരേന്ദ്രനെ കാണണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണല്ലോ ഈ സംഭവത്തിന് ശേഷവും എൻ്റെ ഫോണിലേക്ക് കോൾ വന്നിട്ടുണ്ടല്ലോ. അതിന്റെ രേഖ ഞാൻ കോടതി മുമ്പാകെ സമർപ്പിക്കുമല്ലോ. അപ്പൊ ഇവിടെ വിഷയം എന്താണ്? ഇത് ഗോകുലം ഗോപാലിന് ആഗ്രഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശോഭാ സുരേന്ദ്രനെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചക സംഘത്തിൽ ഗോകുലം ഗോപാലന് ചേക്കേറേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. അത് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിട്ടാണോ അല്ലയോ ഇതൊന്നും എൻ്റെ മുന്നിൽ എനിക്ക് വിഷയമേ അല്ല. എന്നെ തകർക്കാൻ ഒരു ഗൂഢാലോചന നടത്തുമ്പോൾ ആ ഗൂഢാലോചനയിൽ ഏത് കൊടി കെട്ടിയ ആള് വന്ന് രംഗപ്രവേശം നടത്തിയാലും അതിന്റെ പേരിൽ ഞാൻ ജനങ്ങളുടെ മുന്നിൽ പ്രതികരിക്കുന്ന സമയത്ത് ശോഭയ്ക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഗോകുലം ഗോപാലിന്റെ മാനത്തിന് 10 കോടിയാണ് വിലയെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ മാനത്തിന് ചിലപ്പോൾ 1 രൂപയായിരിക്കും വില. കാരണം എന്താണ്? ഞാൻ എൻ്റെ മാനത്തിന്റെ വില ഇതുവരെ കൽപ്പിച്ചിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ശോഭാ സുരേന്ദ്രന്റെ നട്ടലുണ്ടല്ലോ, അത് വാഴപ്പിണ്ടിയല്ല എന്നുള്ളതാണ്. എനിക്ക് നല്ല ആർജവമുണ്ട്, നല്ല കൃത്യതയോട് കൂടിയിട്ടാണ് ഞാൻ കേരളത്തിലെ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. എന്ത് തകർന്നാലും എനിക്ക് ജനങ്ങളുടെ മുന്നിൽ 1 ചാനലോ 2 ചാനലോ ശോഭാ സുരേന്ദ്രനെ ബഹിഷ്കരിച്ചാൽ പോലും അതൊന്നും ഒരു വിഷയമല്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആർജവം എനിക്കുണ്ട്. പക്ഷെ ഞാനുമായിട്ട് നടത്തുന്ന ഗോകുലം ഗോപാലന്റെയും EP ജയരാജന്റെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും കളിയുണ്ടല്ലോ, ഈ ഗൂഢാലോചക സംഘത്തിന്റെ കളി എന്ന് പറഞ്ഞാൽ അത് നഷ്ടം അവർക്കാണ്. കാരണം എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. എനിക്ക് നഷ്ടപ്പെടാൻ ഞാൻ ഒന്നും സമ്പാദിച്ചിട്ടില്ല, ഞാൻ ഒന്നും ചേർത്ത് വെച്ചിട്ടില്ല. ഇതെന്തെങ്കിലും എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് എനിക്ക് ചിന്തിക്കാനില്ല. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ഒരുപക്ഷെ ഇതുവരെ ഞാൻ തുറന്ന് പറയാത്തതായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. ആ തുറന്ന് പറയാത്തതായിട്ടുള്ള കാര്യം, ഒരു സ്ത്രീ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുമ്പോൾ ആ സ്ത്രീയെ എങ്ങനെയാണ് എല്ലാ രീതിയിലും തകർക്കേണ്ടത് എന്നതിന് നേതൃത്വം കൊടുത്ത ആളുകൾ കേരളത്തിൽ ഇന്നും ജീവിച്ചിരിക്കുകയും ശോഭാ സുരേന്ദ്രൻ ഇതുവരെ അതിന് മറുപടി പറയാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ കയ്യിലാണ് ആസ്തി. എന്താണ് ആസ്തി എന്നറിയുമോ? ഞാൻ അനുഭവിച്ചതിൻ്റെ, ഞാൻ നേറിയതിൻ്റെ, എനിക്കെതിരെ നടത്തിയിട്ടുള്ള ഗൂഢാലോചനകളുടെ ഏറ്റവും വലിയ ദുരിതം പേറിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതെല്ലാ അർത്ഥത്തിലും. അത് വ്യക്തിപരമായിട്ടും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അതെൻ്റെ കുടുംബപരമായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ പൊതുപ്രവർത്തന മണ്ഡലത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എങ്കിൽ ഞാനല്ലേ കൂടുതൽ ത്യാഗം ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എനിക്കെതിരെ വന്നിട്ടുള്ള ഈ വിഷയങ്ങളെയെല്ലാം ഞാൻ കൃത്യതയാർന്ന രീതിയിൽ അറിയിക്കേണ്ട ആളുകളെ അറിയിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഇൻട്രാക്ഷൻ ചെയ്യാനും എനിക്ക് ബാധ്യതയുണ്ട്. ഇൻട്രാക്ഷൻ ചെയ്യാനും മറുപടി കിട്ടാനും ഒക്കെ സാധിക്കുന്ന ഒരാളായിട്ട് തന്നെയാണ് ഞാൻ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് നിലനിൽക്കുന്നത്. എനിക്ക് ചുമതലകളൊന്നും വേണ്ട. ചില ആളുകൾ ചോദിച്ചു, ശോഭാ സുരേന്ദ്രന് എന്ത് ചുമതലയാണുള്ളത് എന്ന് ചോദിക്കുകയുണ്ടായി. ശോഭാ സുരേന്ദ്രന് ചുമതലയാണോ, ശോഭാ സുരേന്ദ്രന് ബന്ധങ്ങളാണോ ഉള്ളത്? ആ ബന്ധങ്ങൾ ദേശീയ തലത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് എൻ്റെ പ്രസ്ഥാനത്തിനല്ലേ തെളിയിച്ചു കൊടുക്കേണ്ടത്. അത് ഞാൻ ആവശ്യമായ ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലാണ് ദല്ലാൽ നന്ദകുമാർ അനിൽ ആന്റണിക്കെതിരെ വാർത്താ സമ്മേളനം നടത്തുന്നു, ചില വിവരങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷമാണ് ശോഭാ സുരേന്ദ്രനെതിരെയും വാർത്താ സമ്മേളനം നടത്തുന്നത്. അത് കേവലം ഒരു വസ്തുതർക്കം മാത്രമായി ഒതുങ്ങുകയല്ല ഉണ്ടായത്. അതും അതിൻ്റെ ചൂട് പിടിച്ചാണ് ഇപ്പോൾ EP യിലേക്കൊക്കെ എത്തിയത്. പിന്നീട് ദല്ലാൽ നന്ദകുമാർ ഒട്ടേറെ തവണ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അപ്പോഴൊക്കെ ഈ വസ്തുതർക്കം മാറി മാറി അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ, തങ്ങളെ നല്ല രീതിയിൽ അപമാനിക്കുന്ന രീതിയിലേക്കൊക്കെ അത് കടന്നു. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, നോക്കൂ, ഞാൻ അയാളെ അത്ര ഗൗരവത്തിലെടുക്കുന്നില്ല. കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ചില സമയത്ത് BJPക്ക് അനുകൂലമായിട്ടും, ചില സമയത്ത് കോൺഗ്രസിന് അനുകൂലമായിട്ടും, ചില സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയൻ അനുകൂലമായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ മുന്നിൽ ഒറ്റ പോയിന്റേ ഉള്ളൂ. ദല്ലാളാകട്ടെ വേറൊരാളാകട്ടെ, കടന്നു വരുന്ന വ്യക്തി പ്രസ്ഥാനത്തിന് മുതൽക്കൂട്ടാകുമോ, അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് പുതിയ രീതി. കാരണം കേരളം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളം ഭരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇവിടെ ഏതെങ്കിലും ഒരു സീറ്റോ 2 സീറ്റോ വാങ്ങിയെടുത്തുകൊണ്ട് 2 MLA 4 MLA സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ മുന്നോട്ട് പോകാനല്ല. ഇപ്പം എനിക്ക് തന്നെ വയസ്സ് 50ആയി. 13 വയസ്സിൽ ബാലഗോകുലത്തിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകരാണെങ്കിലും മുതിർന്ന ആളുകളാണെങ്കിലും അവരൊക്കെ ഈ പ്രസ്ഥാനത്തിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണം കേരളത്തിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അതിൻ്റെ ഒരു ആദ്യപടി എന്നുള്ള രീതിയിലാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPയിലേക്ക് കടന്നു വന്ന നല്ല അറിവും പ്രാപ്തിയുമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അനിൽ ആന്റണി. അപ്പോൾ അനിൽ ആന്റണി എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ്. അപ്പോൾ അനിൽ ആന്റണിക്കെതിരെ വലിയ വിവാദമുണ്ടാക്കുന്നു. എന്തേ ദല്ലാളിന് അനിൽ ആന്റണിക്കെതിരെ ഇത് നാളുകൾക്ക് മുമ്പ് പറയാമായിരുന്നല്ലോ, പറഞ്ഞില്ലല്ലോ, തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ വന്ന് പറയുകയാണ്. മറ്റൊന്ന്, ഞാൻ നിഷേധിച്ചില്ലല്ലോ മായ. അതായത് 10 ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രന് അനധികൃതമായിട്ട് വാങ്ങണമായിരുന്നുവെങ്കിൽ
എനിക്ക് ഈസി ആയിട്ട് കണക്കില്ലാതെ വാങ്ങാമായിരുന്നല്ലോ. അപ്പോൾ 10 ലക്ഷം രൂപ എൻ്റെ ഭൂമി ഇപ്പോഴും അവിടെയുണ്ട്. മായയുടെ വീട് വടക്കാഞ്ചേരിയാണല്ലോ. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഓട്ടുപാറയിൽ അമൃത നഗറിൽ പോയി ഒന്ന് അന്വേഷിക്കുക. ശോഭാ സുരേന്ദ്രന്റെ ഭൂമി അവിടെ തന്നെ കിടക്കുന്നില്ലേ? ആ ഭൂമിക്ക് ഏതെങ്കിലും ഒരു തർക്കമുണ്ടോ? ഒരു വസ്തു തർക്കവുമില്ല. അപ്പൊ ഏതോ ഒരു ഭൂമിയുടെ രേഖ ജനങ്ങളുടെ മുന്നിൽ പൊക്കി കാണിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രനുമായിട്ട് വേറെ ആർക്കെങ്കിലും വഴക്കുണ്ട് എന്ന് പറയാൻ ആരാണ് ദല്ലാലിനെ ചുമതലപ്പെടുത്തിയത് എന്നാണ് എൻ്റെ ചോദ്യം. പിന്നെ എൻ്റെ ഒരു മകൻ ഹരിലാൽ കൃഷ്ണയും മറ്റൊരു മകൻ യദുലാൽ കൃഷ്ണയും മായ്ക്ക് പരിചയമുണ്ടല്ലോ. നമ്മൾ രണ്ടും ഒരേ പഞ്ചായത്തുകാരാണല്ലോ. ഈ 2 മക്കളും ഇടത്തും വലത്തും നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ അമേരിക്കയിൽ നിന്ന് വന്ന് അമ്മയുടെ പിറന്നാളിന് ഭക്ഷണം വിളമ്പി തന്ന് പോയി. അതൊരു മനോരമ പേപ്പറിൽ തന്നെ വാർത്ത വന്നതല്ലേ. അപ്പൊ എൻ്റെ കുട്ടികൾ രണ്ടും എനിക്ക് 2 ബലപ്പെട്ട ഒരു ആശ്വാസമായിട്ട് ഇടത്തും വലത്തും നിൽക്കുന്നുണ്ടെങ്കിൽ ഒരമ്മ എന്നുള്ള രീതിയിൽ, ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ വിജയിച്ച ഒരാളാണ് ഞാൻ. മറ്റൊന്ന്, ഞാൻ കഷ്ടപ്പെട്ട് തന്നെയാണ് എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന് എൻ്റെ മക്കൾക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ടോ ഒരു സീറ്റിന് വേണ്ടിയിട്ടോ ആരുടെ മുന്നിലെയും തലകുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായിട്ടില്ല. മറ്റുള്ള കുട്ടികൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തലകുനിച്ച് നിന്ന് എൻ്റെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി വന്നാൽ ഞാൻ ശരിയാക്കി കൊടുക്കും. അതിന് എൻ്റെ ബന്ധങ്ങൾ ഞാൻ ഉപയോഗിക്കും. പക്ഷേ ഞാൻ ഒരു ഘട്ടത്തിലും എൻ്റെ കുടുംബത്തേക്ക് മായയ്ക്ക് മണ്ണിത്രയിലൊന്ന് അന്വേഷിക്കാമല്ലോ. കണ്ടംപുള്ളിയാണല്ലോ എൻ്റെ വീട്. ആ കണ്ടംപുള്ളി തറവാട്ടിലെ കല്യാണിയുടെ മകളായിട്ട് ജനിച്ച ഞാൻ ഇത്രയും ഉയർന്ന പദവികളിൽ പ്രവർത്തിച്ചിട്ട് എൻ്റെ അമ്മയുടെ മറ്റൊരു മകളായിട്ടുള്ള രത്നകുമാരിക്ക് എന്തിനാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പണിക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായത്? എൻ്റെ മറ്റൊരു ചേച്ചി എന്തിനാണ് ഒരു ചെറിയ ശമ്പളത്തിന് ജോലിക്ക് വടക്കാഞ്ചേരിയിൽ പോകുന്നത്? എൻ്റെ സഹോദരൻ്റെ 2 മക്കളുണ്ടല്ലോ. ആ 2 മക്കള് ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും അനധികൃതമായിട്ടൊരു ജോലി ഞാൻ വാങ്ങി കൊടുത്തിട്ടുണ്ട്. HR MBA കഴിഞ്ഞ കുട്ടികളാണ്. BSc മാത്സും MSc മാത്സും കഴിഞ്ഞ കുട്ടിയാണ്. അപ്പൊ എൻ്റെ കുടുംബത്തേക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയോ, എൻ്റെ അമ്മ 800 സ്ക്വയർ ഫീറ്റ് വീട്ടിലല്ലേ താമസിക്കുന്നത്. അപ്പൊ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ത്രീ ഈ പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ട് ഒരാളുടെയും, പിന്നെ എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വന്ന് ശോഭാ സുരേന്ദ്രൻ എന്തു ചെയ്യുന്നു എന്ന് ഒളിച്ചു നോക്കാനായിട്ട് ഒരാൾക്കും അധികാരമില്ല. ഉണ്ടോ? അങ്ങനെയല്ലല്ലോ. സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ സുരക്ഷിതയായിട്ട് ജീവിക്കണമെന്ന് കരുതുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്നെ ഇകഴ്ത്തി കാണിക്കാനും എന്നെ വളരെ മോശമാക്കിയിട്ട് എനിക്കെതിരായിട്ട് കാര്യങ്ങൾ പറയാനും ശ്രമിച്ച ദല്ലാളിനെ ഞാൻ വിട്ടു എന്നാണോ കരുതിയിട്ടുള്ളത്? ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല. പക്ഷേ ദല്ലാളിനെ വിട്ടുകളയണം. അവനൊന്നും പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ശോഭാ സുരേന്ദ്രൻ എത്രയോ ഉയരത്തിലാണ് നിൽക്കുന്നത് എന്ന് എൻ്റെ സംഘപരിവാർ പ്രസ്ഥാനത്തിലെയും ഭാരതീയ ജനതാ പാർട്ടിയിലെയും തലമുതിർന്ന ആളുകൾ എന്നോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ വിഷയത്തെ ഞാൻ ഇവിടെ വെച്ച് നിർത്തിയിട്ടുള്ളത്. ശരി, ദല്ലാൾ പറഞ്ഞ മറ്റൊരു കാര്യം, ഞാനും വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെ ആളാണല്ലോ. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയാവാൻ ശോഭാ സുരേന്ദ്രൻ ശ്രമിച്ചു എന്നാണ് ദല്ലാൾ ഈ വാർത്താ സമ്മേളനങ്ങൾക്കിടയിൽ ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ടോ? 2016 ശോഭാ സുരേന്ദ്രൻ ശ്രമിച്ചു എന്നാണ് ദല്ലാൾ പറഞ്ഞത്. മായ ഒന്ന് അന്വേഷിച്ചു നോക്കൂ. 2016 ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ദേശീയ നിർവാഹക സമിതി അംഗമാണ്. അന്ന് നമ്മുടെ കുമ്മനം രാജശേഖരൻജിയെ പോലെ കേരളത്തിൽ എല്ലാവരെയും വളരെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന തലപ്പൊക്കമുള്ള ഒരാളാണ് കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ. അങ്ങനെയുള്ള ഒരു സമയത്ത് ഞാൻ പാലക്കാട് മത്സരരംഗത്തേക്ക് വരുന്ന ഒരു സ്ഥാനാർത്ഥിയാണല്ലോ. അപ്പൊ BJPയെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും ഉയർന്ന പൊസിഷനുകളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു സമയത്ത് ഞാൻ മറ്റൊരു പാർട്ടിയിലേക്ക് പോയിട്ട്, അതും വടക്കാഞ്ചേരിയിൽ BJPയുടെ അത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ച് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ സ്വന്തം നാട്ടില്. അങ്ങനെയുള്ള ഒരാളെ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്കൊക്കെ കിട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ ദല്ലാളിനെ കാണുന്നത് തന്നെ 2022-ലാണ്. ദല്ലാൾ എന്നെ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയിട്ടുണ്ടാകും. കാരണം ഞാൻ പൊതു രംഗത്ത് നിൽക്കുന്ന ആളാണ്. പക്ഷെ ദല്ലാൾ നന്ദകുമാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അദ്ദേഹത്തിന്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, ആ അമ്മയുടെ വീട്ടിലാണ്. ഏറ്റവും ആദ്യം എന്നെ കണ്ടതിന് ശേഷം പിന്നീട് ജയരാജനെയും എന്നെയും കൊണ്ടുപോകുന്നത്. അപ്പോൾ നന്ദകുമാറിനെ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ അമ്മയുടെ മുൻപാകെയാണ്. ഇയാൾ എന്നെ കാണുന്നത് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ വരുന്നത് 2022-ലാണ്. അപ്പൊ ഈ 2022 കാണുന്ന ശോഭാ സുരേന്ദ്രനെ ഈ ദല്ലാള് 2016 മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് ചേർത്താൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ BJPയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ചുമതലയിൽ നിൽക്കുന്ന എന്നെ സംബന്ധിച്ച് അത് ആരാ വിശ്വസിക്കുന്നത്? പക്ഷെ ചില മാധ്യമങ്ങൾ എന്ത് കേട്ടാലും അത് ഒരു വലിയ സ്റ്റോറിയാക്കി കൊടുത്ത് ഇതുപോലെയുള്ള ആളുകളെയൊക്കെ പത്രസമ്മേളനം വരെ അങ്ങനെ ഉയരത്തിൽ കാണിച്ച് ജനങ്ങളുടെ മുന്നിൽ ചില ആളുകളെയൊക്കെ ഇകഴ്ത്തി കാണിക്കാൻ സാധിക്കുമോ എന്ന് അവർ ശ്രമിക്കുകയാണ്. പക്ഷേ ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ വോട്ടാണല്ലോ. ആലപ്പുഴ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരട്ടെ. എന്തായാലും 2 ദിവസം കാര്യമായി ശോഭാ സുരേന്ദ്രനെ മാനസിക സമ്മർദ്ദത്തിലാക്കാനും
ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള ശ്രമമൊക്കെ ഈ ഗൂഢാലോചക സംഘം നടത്തിയിട്ടുണ്ടെങ്കിലും അതിശക്തമായ രീതിയിൽ ആലപ്പുഴയിൽ മുന്നേറും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടില്ല. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ശോഭാ സുരേന്ദ്രൻ വീട്ടിൽ പോകുമെന്നാണോ മായ കരുതിയിട്ടുള്ളതല്ലോ. ഞാൻ ഈ കേരളത്തിൽ തന്നെ പൊതുമണ്ഡലത്തിനുണ്ടാകും. പൊതുമണ്ഡലത്തിൽ എനിക്ക് ചുമതലകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ചുമതലകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായ സമയത്തും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് വേറൊരു പാർട്ടിയുടെ കൈപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടില്ല. ഞാൻ എൻ്റെ പ്രസ്ഥാനത്തെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ഇരുന്ന ഒരാളാണ്. ഇനിയും മരണം വരെ ആ പ്രസ്ഥാനത്തിനകത്തു തന്നെ കാവി പുതച്ചിട്ട് മരിക്കുമ്പോഴും ആ രീതിയിൽ ഉണ്ടാകണം എന്ന് ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരാളാണ്. തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ എങ്ങനെയാണ് ആലപ്പുഴയിലെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? അല്ല, നല്ല രീതിയിൽ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി NDA അവിടെ മുന്നേറ്റം നടത്തിയിട്ടുള്ളത്. പക്ഷെ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ പണാധിപത്യത്തിന്റെ വലിയ ഒരു വിപ്ലവം തന്നെയാണ് KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അത് ഇടതുപക്ഷവും അതിന്റെ കാര്യത്തിൽ മോശമൊന്നുമല്ല. അതിന്റെ ഇടയിൽ തന്നെയാണ് ഗോകുലം ഗോപാലിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഗോകുലം ഗോപാലൻ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ വളരെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരാളാണ് വന്നിട്ടുള്ളത്. പക്ഷേ ആ വ്യക്തിയെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ആ വ്യക്തിയെ ക്രൂശിക്കേണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ വെളിപ്പെടുത്താതെ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. കാരണം അദ്ദേഹം ഇപ്പോഴും ഗോകുലം ഗോപാലിന് വിശ്വസ്തനാണ്. അപ്പൊ ഗോകുലം ഗോപാലിന് വിശ്വസ്തനായിട്ടുള്ള ഒരാളെ ഗോകുലം ഗോപാലൻ വിടുകയും ആ വ്യക്തി ഇന്ന് പ്രതിക്കൂട്ടിലായ പോലെ നിൽക്കുകയാണ്. നിങ്ങൾ പോയി എന്നുള്ളത് ശോഭയുടെ മുന്നിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ എന്റെ ഇഷ്ടത്തിനാണ് പോയത് എന്ന് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മാനസിക സംഘർഷത്തിൽ എത്തിച്ചിരിക്കുകയാണ് ഇപ്പോ. ആ വ്യക്തി എന്ത് ചെയ്യും? കുറെ കാലം ഗോകുലം ഗോപാലിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ച ഒരാളാണ്. അപ്പൊ വേറെ മാർഗമില്ല. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണത്രേ ഞാൻ ഗോകുലം ഗോപാലനുമായിട്ട് ഏറ്റുമുട്ടുന്നത്. അതിന്റെ ആവശ്യം എന്താണ്? ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് എത്രയോ കാലമായിട്ട് എനിക്ക് വ്യക്തിബന്ധമുണ്ട്. ഞാൻ ആ കുടുംബവുമായിട്ട് പരിചയമുള്ള ആളാണ്. ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് എത്രയോ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി പോയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശന്റെ സ്നേഹം കിട്ടാനോ അല്ലെങ്കിൽ ശോഭ ശരിയാണ് അല്ലെങ്കിൽ ശോഭ നല്ലൊരു സ്ത്രീയാണ് എന്ന് പറയാനോ വേണ്ടിയിട്ട് ഗോകുലം ഗോപാലിനെ തള്ളി പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന്, അതായത് എൻ്റെ പൊതുമണ്ഡലത്തിലേക്ക്, രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവിടെ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി 100% ശ്രമിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയത്തെ ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ പല ബിസിനസ്സുകാരും ഇടപെട്ടിട്ടുണ്ട്. അതൊരു വലിയ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയ്ക്കെതിരെയുള്ള യുദ്ധം അത് തുടരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എൻ്റെ ഇടപെടലിനെ തുടർന്ന് തന്നെയാണ് ദേശീയ ഏജൻസി വന്നിട്ടുള്ളത്. ആ ദേശീയ ഏജൻസിയുടെ അന്വേഷണം ഇപ്പോൾ കരിമണൽ കർത്തയുടെ വീട്ടുപടിക്കൽ എത്തി നിൽക്കുകയാണ്. ബാക്കി നമുക്ക് നോക്കി കാണാമല്ലോ. നമ്മുടെ മുഖ്യമന്ത്രി നാട്ടിലില്ല, വിദേശത്താണ്, കുടുംബവുമായി വിദേശത്തേക്ക് പോയിരിക്കുകയാണ്. ഏതോ ഒരു സ്പോൺസർ ഉണ്ടെന്ന് കേൾക്കുന്നു. അല്ല, മുഖ്യമന്ത്രിക്ക് എന്തിനാണ് സ്പോൺസർ എന്ന് പോലും? കാരണം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇവിടെ വലിയ ബൂർഷകളുടെ കൂടെ തന്നെയാണ്. ബൂർഷകൾ നാട്ടിൽ വേണ്ട എന്ന് നമ്മൾ ആരും പറയുന്നില്ല. പക്ഷെ ബൂർഷകളുമായി ചേർന്ന് നിന്നുകൊണ്ട് സ്വന്തം മകനും മകൾക്കും പിന്നെ മകന്റെ അമ്മായിയച്ഛൻ പ്രകാശ് ബാബുവിനും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കോടിക്കണക്കിന് രൂപ തീവട്ടി കൊള്ള നടത്തിക്കൊണ്ട് അതിന്റെയൊക്കെ കണക്ക് അക്കൗണ്ട്സ് പരിശോധിക്കണ്ടേ? പിണറായി വിജയൻ വിദേശത്തേക്ക് പോകുന്നത് ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ചില ഇടപാടുകളെ കുറിച്ച് കൂടി പരിശോധിക്കാനാണ്. കാരണം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കരിമണൽ കടത്തുകയും അത് ചില തുറമുഖങ്ങളിലൂടെ വരികയും ഇവിടെ കാസർഗോഡിലെ കിന്നാനൂർ കരിന്തളത്തിൽ നിന്ന് ബോക്സൈറ്റ് ചൈനയിലേക്ക് കടത്തുകയും ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ചൈനയിലേക്ക് കടത്തിയിട്ടുള്ള ഈ വിഷയത്തെക്കുറിച്ച് കൂടി ഒരു അന്വേഷണം വന്നാൽ അതിന്റെ പിറകിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന് അവിടുത്തെ സഖാക്കന്മാർ പറയും. കരുവന്നൂർ കേസ് തെളിയിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരല്ലേ? ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ മുന്നിൽ പോയി മുട്ടുകുത്തി നമസ്കരിച്ചിട്ടും അവർക്ക് നീതി കിട്ടാതായതുകൊണ്ടാണ് എന്നെ പോലെയുള്ള BJP-ക്കാരെ കാണാൻ വേണ്ടിയിട്ട് കരുവന്നൂരിലെ പണം നഷ്ടപ്പെട്ടവർ വന്നത്. അതുപോലെ കാസർഗോഡിലെ കിനാനൂർ കരിന്തളത്തിന്റെ രേഖകൾ എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തരാൻ വേണ്ടി അവിടെ നിന്ന് ആളുകൾ വരുന്നു. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ നിന്ന് ആളുകൾ വരുന്നു. എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ മാങ്ങാട്ടുപറമ്പില് മലബാർ ഇന്നവേഷൻ സെന്ററിന് ആ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ സ്ഥലം ഏൽപ്പിച്ചു കൊടുത്തത്? ഇത് പറയാൻ വേണ്ടി സഖാക്കളാണ് കാണാൻ വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ കേരളത്തിൽ നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമേ സാധിക്കൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലവലേശം പോലും ആ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ചിന്തയോ ബോധ്യമോ ഇല്ലാത്തത് കൊണ്ടാണ് സ്വന്തം മക്കൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ചെയ്തികൾ നടത്തി സ്വേച്ഛാധിപതിയായി മുന്നോട്ട് പോയിട്ടുള്ളത്. അതൊരു ഘട്ടത്തിൽ മനസ്സിലായതുകൊണ്ടും മനസ്സ് വേദനിച്ചതുകൊണ്ടുമാണ് EP ജയരാജനെ പോലെയുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു ചാടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചത്. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ധാരാളം ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഒഴുകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞങ്ങൾ പുറത്തു പറയാത്ത പേരുകൾ ഇഷ്ടം പോലെയുണ്ട്.
ചർച്ച നടത്തിയിട്ടുണ്ട്, പക്ഷെ പേരുകൾ പുറത്തു പറഞ്ഞിട്ടില്ല. അപ്പൊ പേരുകൾ പുറത്തു പറഞ്ഞത് പക്വതക്കുറവ് കൊണ്ടല്ല. പേര് പുറത്തു പറഞ്ഞത് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗൂഢാലോചക സംഘത്തിനകത്തേക്ക് ഇ പി ജയരാജൻ പോയതുകൊണ്ടാണ്. ഇ പി ജയരാജനെ നമ്മൾ മറച്ചു വെച്ചിട്ടും, ഇ പി ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രയെല്ലാം ബി ജെ പിയിലേക്ക് ചേരാൻ തീരുമാനിച്ചിട്ടും ആ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി മൗനമായിട്ട് നിന്ന ഒരു സ്ത്രീയെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് ഡൽഹിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഗോകുലം ഗോപാലനുമായിട്ട് കൂട്ടുകൂടി ഇ പി ജയരാജൻ ഇതിന് നേതൃത്വം കൊടുത്തത് കൊണ്ടാണ്. എന്നാ പിന്നെ അങ്ങനെ നിങ്ങൾ കേരളത്തിന്റെ മണ്ണിലെ വലിയ പുണ്യാളനായിട്ട് വിലസണ്ട എന്ന് ശോഭാ സുരേന്ദ്രന് തോന്നിയത് കൊണ്ട് തന്നെയാണ് എന്നെ ശിക്ഷിക്കാൻ വന്ന ഒരാൾക്ക് ഞാൻ അതുകൊണ്ട് എന്തുണ്ടായി? മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് പ്രസ്ഥാനത്തിന് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം അത് തീർച്ചയായിട്ടും വിവിധങ്ങളായിട്ടുള്ള ഇടങ്ങളിൽ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകന്മാർക്ക് ഊർജ്ജമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മളെ നശിപ്പിച്ച ഒരു പാർട്ടി, ആ പാർട്ടിയിൽ നിന്ന് വലിയ ആളുകൾ വരെ ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു മാറ്റം കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ള ബോധ്യം തന്നെയാണ് പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുള്ളത്. കെ സി വേണുഗോപാൽ ആരായിരുന്നു? അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് ഏറ്റവും വലിയ തലമുതിർന്ന നേതാവല്ലേ? ആ കെ സി വേണുഗോപാലിന്റെ എത്രയോ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് കോൺഗ്രസിനെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും കൃത്യമായിട്ട് പ്രതിക്കൂട്ടിലാക്കി എന്നതിന്റെ ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം ഉണ്ടായിരുന്നല്ലോ, തെരഞ്ഞെടുപ്പ് അവലോകന യോഗമായിരുന്നു. ആ യോഗത്തിൽ ഈ വിഷയങ്ങളൊക്കെ ജയരാജൻ ദല്ലാൾ ഈ വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. എങ്ങനെയായിരുന്നു അപ്പോൾ താങ്കളോടുള്ള പാർട്ടിയുടെ ഒരു അല്ല, ഈ ഒരു വിഷയത്തെ കുറിച്ച് ഞങ്ങളുടെ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ആരും എണീറ്റ് നിൽക്കുകയോ ചർച്ച നടത്തുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ഭാവന മാത്രമാണ്. കാരണം വ്യക്തമായിട്ട് സംസ്ഥാന അധ്യക്ഷൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, ഈ വിഷയം എന്ന് പറഞ്ഞത് ഉയർന്നു വന്നത് തന്നെ ശോഭാ സുരേന്ദ്രനെതിരെ ആലപ്പുഴയിൽ നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്ന് അദ്ദേഹം തന്നെ പത്രസമ്മേളനത്തിൽ എല്ലാ മാധ്യമപ്രവർത്തകരോടും പറഞ്ഞു കഴിഞ്ഞു. മറ്റൊന്ന്, പാർട്ടിക്കകത്ത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള വലിയ മുന്നേറ്റം, ആ മുന്നേറ്റത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 10-30 മണ്ഡലങ്ങളിൽ ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് വരും. അസംബ്ലി സീറ്റുകളിൽ ആ മുന്നോട്ട് വരവെന്ന് പറയുന്നത് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി ഞങ്ങൾക്ക് എത്ര പഞ്ചായത്തുകളിൽ ഭരണം നടത്താൻ സാധിക്കും, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം. ഞങ്ങൾ വീട്ടിലിരിക്കാൻ പോവുകയല്ലോ, ഞങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് കസേരകളിൽ വ്യത്യാസമുണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. അതായത് എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സ്വന്തമായിട്ട് ഭരിക്കാനുള്ള പഞ്ചായത്തുകൾ, ആ പഞ്ചായത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ള തീരുമാനം അത് ഞങ്ങൾ എടുക്കും. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് എങ്ങനെ അസംബ്ലിയിലേക്ക് ധാരാളം സീറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, അതിന് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നേറ്റത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നതിനെ കുറിച്ചുള്ള നീണ്ട ചർച്ചകളാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്ത് ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം പുറത്ത് ബി ജെ പിയിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ഇതെല്ലാം ഒരു ഭാവനാ ലോകത്തിരുന്നു കൊണ്ട് ചില മാധ്യമങ്ങൾ ഉണ്ടായിട്ടുള്ള കഥകൾ മാത്രമാണ് എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ശരി, പാർട്ടി താങ്കൾക്കൊപ്പമുണ്ട്. കോർ കമ്മിറ്റി യോഗത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. മാധ്യമങ്ങൾ കൊടുത്ത വാർത്തകളൊക്കെ അങ്ങനെ അല്ലാതെ താങ്കൾ തന്നെ പറയുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇ പി ജയരാജന്റെ ഈ പരാതി കേസുമായി മുന്നോട്ട് പോവുകയാണ്, നിയമത്തിനൊപ്പം പോകും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ദല്ലാളും. താങ്കൾ എങ്ങനെയാണ് ആ കാര്യത്തിൽ എന്ത് ഇടപെടലാണ് ഇനിയിപ്പോൾ നടത്താൻ പോകുന്നത്? അല്ലെ, എന്നെ സംബന്ധിച്ച് പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് പോലീസിന്റെ ചോദ്യം ചെയ്യലിന് ഞാൻ വിധേയയാവും. എനിക്ക് അവരോട് പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ അവരെ അറിയിക്കും. പിണറായി വിജയന് കണക്ക് കൊടുക്കാനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് ചിലപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഉത്തരം പറഞ്ഞു എന്ന് വരില്ല. കോടതി മുമ്പാകെ ജയരാജൻ പോകുമ്പോൾ, ഗോകുലം ഗോപാലൻ പോകുമ്പോൾ കോടതി മുമ്പാകെ അതിനാവശ്യമായിട്ടുള്ള രേഖകൾ ഞാൻ സമർപ്പിക്കും. ഞാൻ പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോകും. മറ്റൊന്ന്, പല പ്രമുഖ നേതാക്കളും ബി ജെ പിയിലേക്ക് വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അത് സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം കേട്ടതാണ്, ജൂൺ 4 റിസൾട്ട് വരട്ടെ, അതിനുശേഷം പല പ്രമുഖരും ബി ജെ പിയിലേക്ക് വരും എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ ഭാരവാഹികൾ ഒരാളാണല്ലോ താങ്കൾ. താങ്കളുമായി ഒട്ടേറെ ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ കേട്ടത് ഈ പി ജയരാജന്റെ പേരൊക്കെയാണ്. അത് അൺഎക്സ്പെക്റ്റഡായി വന്നതാണ്. മറ്റു ചില കാര്യങ്ങളുടെ ഭാഗമായി അതിലേക്ക് വരികയായിരുന്നു ഉണ്ടായത്. മറ്റ് പറയാവുന്ന നേതാക്കൾ അത് ആരാണ്? അല്ല, ഞാനിപ്പം ചില ഫോട്ടോകൾ, അതായത് ബി ജെ പിയുമായിട്ട് തൊട്ടാൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അയിത്തവുമില്ല, ഞങ്ങൾ ഭാവിയിൽ വേണ്ടി വന്നാൽ വരും എന്ന് തോന്നുന്ന രീതിയിലുള്ള ചില ഫോട്ടോകൾ വരെ ഞാനൊരു കോൺഫിഡൻഷ്യലായിട്ട് കാണിക്കുകയുണ്ടായി. പക്ഷെ അത് ഒരിക്കലും അവരുടെ പേരുകളൊന്നും പുറത്തു പറയാൻ വേണ്ടിയിട്ടല്ല, പുറത്തു പറയാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അവർ തന്നെ പറഞ്ഞതാണ്. അതായത് ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജനെ കണ്ടിട്ടില്ല എന്നുള്ള ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ച സമയത്ത് ഞാൻ ചർച്ച നടത്തിയിട്ടുള്ള ചില ആളുകൾ എന്നോട് പറഞ്ഞത് ഞങ്ങളെ കണ്ടിരുന്നുവെന്ന് പറയാം. എങ്ങനെ പറയാം? ചില വിശ്വസ്തരായിട്ടുള്ള ആളുകളോട് പറയാം എന്നാണ് പറഞ്ഞത്. അത്ര പോലും ശോഭാ സുരേന്ദ്രൻ അനുവാദം തന്ന പൊളിറ്റിക്കൽ നേതാക്കന്മാർ കേരളത്തിനകത്തുണ്ട് എങ്കിൽ അത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. പക്ഷെ ഒരാളുടെയും
പേരുകൾ പുറത്തു പറയാനൊന്നും, അത് തീർച്ചയായിട്ടും അതിനുള്ള പക്വതയൊക്കെ നമുക്കുണ്ട്. ജയരാജന്റെ പേര് പറയിപ്പിച്ചതാണ്. വലിയ ഒരു മാറ്റം തന്നെയായിരിക്കും ജൂൺ 4-ന് ശേഷം കേരള രാഷ്ട്രീയം കാണാൻ പോകുന്നത്. അത് പല പ്രസ്ഥാനങ്ങളുടെയും അവരുടെ നാരായ വേരുകൾ മുറിക്കപ്പെടും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതിനാവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള ചർച്ചകളും ഇപ്പൊ തന്നെ മുൻ മുഖ്യമന്ത്രിമാരുടെ 2 മക്കളും BJPക്ക് അകത്തേക്ക് വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ജില്ലയിലും മണ്ഡലത്തിലും വലിയ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവര് BJPയെ അങ്ങനെ തൊടാൻ പറ്റാത്ത പാർട്ടിയാണ് എന്നൊന്നും അവർ കരുതുന്നില്ല. അപ്പൊ ആ മൂവ്മെന്റ് എല്ലാം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ്. വളരെ ബോൾഡാണ് എന്ന് തോന്നുന്ന രീതിയിൽ സംസാരിക്കും, ആത്മധൈര്യമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ട്. ഒരു വാർത്താ സമ്മേളനത്തിൽ ഇരുന്ന് കരയുക പോലും ചെയ്തതാണ് അല്ലേ? തീർച്ചയായിട്ടും. അതായത് മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് നമ്മൾ ഒരു ശരിക്ക് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ ആ ശരിക്ക് വേണ്ടിയിട്ടുള്ള യാത്രയിൽ നമ്മളെ ഉപദ്രവിക്കാനായിട്ട് പല മേഖലകളിൽ നിന്നും ആളുകൾ വരുമ്പോൾ ആ വരുന്ന ആളുകളുടെ ഉദ്ദേശശുദ്ധി എന്താണ് എന്ന് നമുക്ക് ബോധ്യം വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അനുഭവിച്ച ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്തേക്ക് കടന്നു വരും. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിന് അറിയില്ലല്ലോ. അപ്പം ചില സമയങ്ങളിൽ നമ്മൾ ചില പത്രസമ്മേളനങ്ങൾ നടത്തുമ്പോഴും നമ്മൾ 100% ചെയ്യുന്ന ഒരു കാര്യത്തെ നേരെ ഘടകവിരുദ്ധമായിട്ട് അവതരിപ്പിക്കപ്പെടുമ്പോഴും ഉണ്ടാകുന്ന ഒരു മാനസിക വേദന മാത്രമല്ല അവിടെ ഇരിക്കുന്ന മാധ്യമങ്ങളിൽ പലർക്കും എന്നെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവരെന്റെ സുഹൃത്തുക്കൾ കൂടിയാണ്. പക്ഷെ എന്താണ്, അവർക്ക് അവരുടെ മാധ്യമ മുതലാളി പറയുന്നത് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ എനിക്ക് സങ്കടങ്ങളൊക്കെ വരുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. കാരണം ഞാനും മനുഷ്യ സ്ത്രീയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ത്രീ എന്നുള്ള രീതിയിലുള്ള എല്ലാ വിചാരങ്ങളും എല്ലാ നൊമ്പരങ്ങളും എല്ലാ വേദനകളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ ചില സമയങ്ങളിലെല്ലാം അത് പുറത്തു വരുമെന്നുള്ളതിൽ അത് തെറ്റുണ്ടോ? ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക. എല്ലാ ഭാവുകങ്ങളും. നമസ്തേ.